സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വീണ്ടും സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഗവർണർ അവസാനം പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിക്കാനുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി സർക്കാരിൻ്റെ മുഖമടച്ച് അടി കൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കളി മതിയാക്കിക്കോ, അത് സർവകലാശാലകളിൽ വേണ്ട എന്ന് തന്നെ പരമോന്നത നീതിപീഠം അസന്നിഗ്ധമായി, വ്യക്തമായി, സുതാര്യമായി, വസ്തുതാപരമായി പറഞ്ഞിരിക്കുക. അല്ലെ, കേരളത്തിന്റെ വക്കീൽ അങ്ങനെ പറഞ്ഞിരിക്കില്ലേ? കാരണം ഇത് കേരളമാണ്, ഇത് കേരളമാണ്, നമ്പർ 1 കേരളമാണ്, ഇവിടെ ഇതൊന്നും വേണ്ട. സാധാരണ അങ്ങനെയാണല്ലോ, കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ ഉടനെ അത് ബൂർഷ്വാ കോടതി എന്നൊക്കെ പറഞ്ഞാണല്ലോ CPM സാധാരണ രംഗത്ത് വരാറ്. ഇപ്പോൾ എന്താണ് ഇതിനകത്ത് മറുപടി പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തമാണ്, ഈ സർവകലാശാലകളെല്ലാം പ്രവർത്തിക്കുന്നത് UGC ചട്ടപ്രകാരമാണ്. അല്ലാതെ സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിയമമൊന്നും നിർമ്മിച്ച് സർവകലാശാലകളെ വരുതിയിൽ നിർത്താൻ സാധിക്കില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായി. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് രൂപീകരിക്കപ്പെട്ടതാണ് കേരള സർവകലാശാല. ആ സർവകലാശാലയിൽ പക്ഷേ UGC നിലവിൽ വന്നതോടുകൂടി പിന്നെ UGCയുടെ കീഴിലായി, UGCയുടെ ചട്ടങ്ങൾ അനുസരിച്ചായി. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത് എങ്ങനെയെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അവർ അറിയേണ്ടുന്ന ചരിത്രമാണതൊക്കെ. ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയവാസം കാണിക്കാൻ ഇറങ്ങിയാൽ അത് വിജയിക്കുമോ? ഈ താൽക്കാലിക VCമാരുടെ നിയമനം സംബന്ധിച്ചാണ് ഗവർണർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിലും മറ്റുമൊക്കെ പോയത്. ഇതിപ്പോൾ ഇതാ കേസ് അവസാനം സുപ്രീം കോടതിയിലെത്തി, അന്തിമമായ വിധി വന്നിരിക്കുന്നു. താൽക്കാലിക VC നിയമനം ഗവർണറുടെ ചുമതലയാണ്, ഗവർണറുടെ ഉത്തരവാദിത്വമാണ്. അതിനകത്ത് സർക്കാരിനൊന്നും ചെയ്യാനില്ല, സർക്കാർ ഇടപെടണ്ട. എത്രയും പെട്ടെന്ന് അവിടെ സ്ഥിരം VCയെ നിയമിക്കണം, ഗവർണറുമായിട്ട് യോജിച്ച് നീങ്ങണം. സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് കോടതി, ഗവർണറുമായിട്ട് യോജിച്ച് നീങ്ങണം. അല്ലാതെ ഗവർണർക്ക് മൂക്കുകയറിടാൻ പോകരുത്. അത് ഈ രാജ്യത്തെ നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ ഭരണ സംവിധാനത്തിനുമൊക്കെ എതിരാണ്. സർക്കാർ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് ഈ കൃത്യമായിട്ടും സുപ്രീം കോടതി വിധിയിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സിസ തോമസിനും ശിവപ്രസാദിനും തുടരാം. ഇനി താൽക്കാലിക VC എന്നുള്ള ചുമതലയാണെങ്കിലും അവർക്ക് തുടരാം. പുതിയ സ്ഥിരം VC വരുന്നത് വരെ അവർക്ക് തുടരാം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഈ താൽക്കാലിക VC എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. ഗവർണർ നിയമിച്ചാൽ അവർ VC ആണ്. ഗവർണർ VC ആയിട്ട്, ഗവർണർ എന്തായാലും വെറുതെ ചുമ്മാ വഴിയിൽ കൂടെ പോകുന്ന ഒരാളിനെ പിടിച്ച് VC ആക്കില്ലല്ലോ. മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലേ ഒരാളെ VC ആയിട്ട് നിശ്ചയിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വൈസ് ചാൻസലറെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് താൽക്കാലിക വൈസ് ചാൻസലർ ആണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവിടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനം അന്തിമമാണ്. പിന്നെ ഈ സംസ്ഥാന സർക്കാർ എന്ത് കണ്ടിട്ടാണ് ഈ ചാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കൊഞ്ചു ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെ വരച്ച വരയിൽ നിർത്താമെന്നൊക്കെ വിചാരിച്ച് SFIക്കാരെ വിട്ട് വഴിതടയൽ ഉൾപ്പെടെ നടത്തി നോക്കി. ഇവിടെ സാധാരണ പണ്ട് നമുക്കറിയാം, VC ആയിരുന്ന ഡോക്ടർ JV വെളനിലത്തെയും അതുപോലെ നമ്മുടെ മന്ത്രിമാരെയൊക്കെ SFIക്കാർ വഴിതടയാറുണ്ട്. വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി, വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. പണ്ടൊരു മന്ത്രിയെ വഴിതടയാൻ പോയതാണല്ലോ 5 പേര് രക്തസാക്ഷികളായി മാറിയത്. അല്ല, വിദ്യാഭ്യാസം ഉള്ളവനെയും കയ്യേറ്റം ചെയ്യും. ശ്രീനിവാസനെ അതെ കയ്യേറ്റം ചെയ്യും. അത് CPMന്റെ ഒരു ജനിതക ഗുണമാണ്. നമുക്ക് ആർക്കും അത് മാറ്റാൻ പറ്റില്ല. അതിനാകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിയെ സമീപിക്കുക. ഇപ്പോൾ കണ്ണൂർ VCയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണല്ലോ. ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി എന്താ ചെയ്ത, ചെവി തൂക്കിയെടുത്ത് കറക്കി ഒരു ഏറ് കൊടുത്തു ആ നിയമനത്തെ, അല്ലേ? നാണം കെട്ടില്ലേ ഈ സർക്കാരും ഗോപിനാഥ് രവീന്ദ്രനും? ആത്മാഭിമാനം ഉണ്ടെങ്കിൽ സർക്കാർ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ്, നമ്മുടെ നയത്തിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണ്ടേ? ഇവിടെ ഇപ്പോൾ ഇതാ ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒക്കെ ഉണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ സർവകലാശാലകൾക്കകത്ത് എന്തെല്ലാം അഴിമതി നടക്കുന്നു, എന്തെല്ലാം കെടുകാര്യസ്ഥതയുണ്ട്, എന്തെല്ലാം ഈ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണ് സർക്കാർ. നമുക്കറിയാം, നമ്മുടെ ഈ സർവകലാശാലകളിൽ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകളാകട്ടെ, ആർട്സ് സബ്ജക്റ്റുകൾ, ലിറ്ററേച്ചർ ഉൾപ്പെടെയുള്ള ആർട്സ് സബ്ജക്റ്റുകളാകട്ടെ, അതൊക്കെ പഠിക്കാൻ ഏതാണ്ട് 50,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ കുട്ടികൾ അത്രയും കേരളത്തിന് പുറത്തേക്കും വിദേശങ്ങളിലേക്കും പഠിക്കാൻ പോയിരിക്കുകയാണ്. പലരും നിവർത്തി കെട്ട് വേറെ എന്താ പറയുക, വരുമാനമൊന്നും ഇല്ലാതെ പുറത്തുപോയി പഠിക്കാൻ
സാമ്പത്തികമായി ശേഷിയില്ലാത്ത പാവപ്പെട്ട കുട്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ കോളേജുകളിൽ പോകുന്നത്, നമ്മുടെ സർവകലാശാലകളെ ആശ്രയിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണ്ടേ? ഈ VC നിയമനത്തിൽ അനാവശ്യമായിട്ട് എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതായത് സർവകലാശാലകൾ തങ്ങളുടെ വരുതിയിൽ നിൽക്കണം. അങ്ങനെ വരുതിയിൽ നിന്നാൽ മാത്രമേ അവിടെ ഈ SFIക്കാർക്ക് എല്ലാ തോന്നിയവാസവും നടത്താൻ സാധിക്കുകയുള്ളൂ. അവരെ ഉപയോഗിച്ച് സർക്കാരിന്, പാർട്ടിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ ശരിയായി വന്നിരിക്കുകയല്ലേ? ഈ കോടതി വിധി ഇനിയെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറന്ന് സർക്കാർ നോക്കണം, കാണണം ഈ കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്. തുടരെ കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ ഗവർണർ ആർലേക്കറും പോയിട്ടുണ്ട് സുപ്രീം കോടതിയിലേക്ക്, ഹൈക്കോടതിയിലെ ഒരു വിധി ചോദ്യം ചെയ്തുകൊണ്ട്. ഇതൊക്കെ നമ്മൾ വാസ്തവം പറഞ്ഞാൽ വലിയ നാണക്കേടാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമുണ്ടോ? അങ്ങനെ വളരെ നിരുത്തരവാദപരമായിട്ട് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യമാണ് ഇന്ന് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവി ഓർത്ത് രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. അവർ ഇത് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരിതൊക്കെ സഹിക്കുന്നത്. കയ്യിൽ പണമുള്ളവൻ മക്കളെ നല്ല കോളേജുകളിൽ, കേരളത്തിന് പുറത്ത് നല്ല സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ അയച്ചു പഠിപ്പിക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് UPയിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നു. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പണ്ടും പോയിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വരവ് കൂടിയതുകൊണ്ട് അവർ പ്രത്യേക പ്രവേശന പരീക്ഷ വെച്ചിരിക്കുകയാണ്. ആ പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. വെറുതെ ഒന്നും ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ JNUവിലോ ഒന്നും അഡ്മിഷൻ കിട്ടില്ല. പണ്ടിതൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കില്ല. വളരെ കൃത്യമായിട്ട് മെറിറ്റിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതിനുവേണ്ടി അവർ പ്രവേശന പരീക്ഷ വെച്ചിരിക്കുകയാണ്. മലയാളി കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം ഇവിടെ പഠിച്ചാൽ മതി എന്നൊരു മാനദണ്ഡമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആര് കാരണമാണ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കേരള സർവകലാശാല, അതുപോലെ മഹാത്മാഗാന്ധി സർവകലാശാല, അതുപോലെ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല, ഇതൊക്കെ എന്ത് പേരും പെരുമയും ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ്. ഇവരുടെയൊക്കെ കീഴിലുള്ള കോളേജുകൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അല്ലേ? നമുക്ക് നല്ല മെഡിക്കൽ കോളേജുകളുണ്ട്, നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഒരു ഈ പറയുന്ന പോലെ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ നീറ്റും മറ്റുമൊക്കെ എഴുതിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്നവരുടെ എണ്ണം പോലും കുറവാണ്. ഇന്നവർ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ തിരഞ്ഞെടുക്കുന്നില്ല. അവർക്ക് പകരം കേരളത്തിന് പുറത്തുള്ള പല വലിയ മെഡിക്കൽ കോളേജുകളിലേക്ക് അവർ പോവുകയാണ്. ഇന്ന് മോദി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായി. അത്രയധികം സീറ്റുകളും കൂടി. അങ്ങനെ വരുന്ന കുട്ടികളെ ഇന്നിപ്പോൾ അവർ എൻട്രൻസ് എഴുതി പാസ്സായി വരുന്ന കുട്ടികൾ കേരളം തിരഞ്ഞെടുക്കുന്നില്ല. അതിന് പകരം അവർ മറ്റ് സംസ്ഥാനങ്ങൾ തേടി പോവുകയാണ്. ഈ ഒരു ദുസ്ഥിതി ഇനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം. ഈ വിധി, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സിസ തോമസിനെയും മോഹൻ കുന്നുമ്മലിനെയും ശിവപ്രസാദിനെയൊക്കെ പോലെയുള്ള മിടുക്കരായ ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ അവരെ തഴഞ്ഞ് അവരെ മാറ്റി നിർത്തിയിട്ട് ഈ പിന്നെ എന്താ പറയണ്ടേ, കണ്ണൂരിലെ സർവകലാശാലയിൽ നമ്മൾ കണ്ടതുപോലെ ചെങ്കൊടി ഏന്തിയ സഖാക്കളെ VCയുടെ കസേരയിൽ സർവകലാശാല ഭരിക്കാൻ നിയോഗിക്കുന്നത് സർവകലാശാലകളുടെ നാശത്തിന് കാരണമാകുമെന്ന തിരിച്ചറിവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു 50% കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ 50% അതിൽ കൂടുതൽ നാശം സംഭവിച്ചിരിക്കുന്നു. ഇതിന് തിരിച്ചു പിടിക്കണമെങ്കിൽ എത്ര വർഷത്തെ അധ്വാനം വേണം, എന്തുമാത്രം ആൾക്കാർ പ്രയത്നിക്കണം. ഇത് ആര് കാരണമാണ്? ഈ സർവകലാശാലകൾക്കകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം? ഇങ്ങനെ ഈ ജീവനക്കാരെ കുത്തിത്തിരിയി തങ്ങളുടെ ആൾക്കാരെ അവിടെ ജോലി കൊടുത്ത് അവരെ സുപ്രധാന തസ്തികകളിൽ നിയോഗിച്ച് എന്ത് രാഷ്ട്രീയമാണ് അവിടെ കളിക്കുന്നത്? ഇത് പിടിച്ചെടുത്തത് കൊണ്ട് എന്താണ് ലാഭം നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികളുടെ ഭാവിയാണ് നശിക്കുന്നത്. നമുക്ക് മികച്ച, അതായത് നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഏറ്റവും നല്ല, ഇന്ന് മത്സരാധിഷ്ഠിത ലോകമാണ്, അല്ലേ? ആ മത്സരാധിഷ്ഠിത ലോകത്ത് എന്തിനേയും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള, ഏത് മത്സരത്തിലും വിജയിക്കാൻ ശേഷിയുള്ള വിദ്യാർത്ഥികളല്ലേ നമ്മൾ വാർത്തെടുത്ത് കൊണ്ടുവരേണ്ടത്? അങ്ങനെയുള്ളവർക്കല്ലേ നമ്മൾ അവസരം കൊടുക്കേണ്ടത്? അതിന് പകരം ഇവിടെ ഈ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഒന്ന് കാണണം.
ചെവി തുറന്ന് കേൾക്കണം. ഇത് നല്ലവണ്ണം ചിന്തിച്ച് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. എന്തായാലും കോടതി വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നല്ല മാർഗനിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവർണറിൽ നിന്ന്, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന്, ഇപ്പോഴത്തെ ഗവർണറിൽ നിന്ന് ഒക്കെ സർക്കാരിന് മുഖമടച്ച് കിട്ടിയ ഒരു അടിയാണിത് എന്ന് പറയാം. കാരണം കോടതി അവരുടെ ഭാഗത്താണ്. ആ ഗവർണർ ചെയ്തതാണ് ന്യായം, സർക്കാർ ചെയ്തത് അന്യായമാണ്. ആ അന്യായത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. ന്യായത്തിൻ്റെ കൂടെ കോടതിക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് സത്യത്തിൻ്റെ മാർഗം എന്നല്ലേ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്.